പനിമതി ജനലിനപ്പുറമെത്തും 14-ാം രാവ് കനവുകൾ കരളിൽ കവിതകൾ എഴുതും വാർമുകിലഴകിനെ തട്ടമിടിക്കും 14-ാം രാവ് പാടിയ പാട്ടിനു തൊട്ടിലു തീർക്കും 14-ാം രാവ് മൂസാക്ക ഈറ്റുങ്ങളല്ലോ എവിടുന്നാ വന്നേ? ഈ MIT മൂസന്റെ വീടല്ലേ ഇത്? MIT മൂസന്റെ മാത്രം വീടല്ല, ഇത് ഫാത്തിമന്റെയും കൂടെ വീടാണ്. ആരായി ഫാത്തിമ? അടുക്കാക്കളി പോലത്തെ ചെക്കൻ ചോദിക്കണായിട്ടില്ലേ? അനക്ക് നമ്മൾ കണ്ടിട്ട് മനസ്സിലായില്ല? നമ്മൾ തന്നെയാണ് ഫാത്തിമ. അപ്പൊ ഈ പാത്തുമ്മത്താത്ത ആരാ? ഈ പാത്തൂന്ന് മൂസാക്ക വിളിക്കണ പാത്തുമ്മത്താത്ത? അത് നമ്മൾ തന്നെയാണ് മോളെ. ഇങ്ങോട്ട് എന്നോട് പറയാ, മൂസക്കായി നാവ് മേടിക്കല, പിന്നെ പരിഷ്കാരവും കുറവ്, അതുകൊണ്ട് ഭയങ്ങാത്തതാ നാവ്. ടിവിയിൽ കുക്കറി ഷോ അവതരിപ്പിച്ച പാത്തുമ്മത്താത്ത കുറച്ചുകൂടെ നിറം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാവും പെട്ടെന്ന് മനസ്സിലാവാനത്. അതൊക്കെ ഫുള്ള് മേക്കപ്പ് ആണെന്നേ. അന്നോട് ആരാ പറഞ്ഞ നമ്മൾ മേക്കപ്പ് ഇടുന്നത്? ഇതൊക്കെ എന്റെ പ്രകൃതിദത്തമായ സൗന്ദര്യമാണ് മോളെ. ഞാൻ ഇതുവരെ ബ്യൂട്ടി പാർലറിൽ പോലും പോയിട്ടില്ല. പിന്നെ ടിവിയിൽ ഈ ലൈറ്റും ഇതും ഒക്കെ വരുന്ന സമയത്ത് എന്റെ മൊഞ്ച് കൂടും. അതിന്റെ ജന്മന ഉള്ളതാ, കുറയ്ക്കാൻ പറ്റൂല. എന്റെ പഠിച്ചോനെ, കണക്കത് മനസ്സിലായി. സമ്മതിച്ചു, ഇത്താത്താന്റെ മൊഞ്ച് ഒറിജിനൽ തന്നെ. ഞങ്ങക്ക് മൂസാക്കാനെ ഒന്ന് കാണാൻ പറ്റുമോ? നിങ്ങൾ എല്ലാരും കൂടി മീൻ വാങ്ങാൻ വന്നതാ? മീൻ മൂപ്പരാട്ട് കൊണ്ടു തരൂലേ? ഞങ്ങളൊന്നും മീൻ വാങ്ങാൻ വന്നവരല്ല. പിന്നെ മീൻകാരൻ മൂസക്കന്റെ പുരയിൽ നിങ്ങൾ എന്തിനു വന്നതാണ്? ഞങ്ങളൊക്കെ പാട്ടുകാരാ. മൂസാക്ക നന്നായി പാടാറുണ്ടെന്ന് കേട്ടു. മീൻ വിൽക്കാൻ പോകുമ്പോഴൊക്കെ പാടാറുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞേ? മൂപ്പരേക്കാൾ നല്ല പാട്ടുകാരി ഞാനാ. നരിക്കുനിലൊക്കെ പണ്ട് ഒപ്പൻകൊക്കെ ഞാൻ തന്നെ അതിനും പാടല്. വേദാംബർ ഹക്കീമുൽ അംബിയ മുത്താലെ ബിബി സുവർഗത്തിൻ സ്വർഗീയ മംഗലോ ആദിതോടി ചന്തൊളിവിൻ ആദിനായ മംഗലോ കാജലിനാൽ കരിമഷി എഴുതി തൂവെള്ള കൺമീ ചാരുതമാക്കി അത്തറിനാൽ മണമുള്ള ലേപൻ കുപ്പായത്തിൽ പുരട്ടിയിടുന്നേ ആദിതോടി ചന്തൊളിവിൻ കാതിലായ മംഗളോ. എങ്ങനെയുണ്ട് പാട്ട്? എന്താ പാട്ട്? രാവിലെ തന്നെ മുറ്റത്തൊരു ഒപ്പന കളി. ഇവരൊക്കെ നിങ്ങളെ പാട്ട് പാടി കേൾപ്പിക്കാൻ വന്ന മക്കളാണ്. അന്നപ്പോ ഞാൻ മോശക്കാരി എല്ലാന്ന് കാണിച്ചൊക്കെ ഒരു പാട്ട് പാടി നന്നായില്ലേ? ഇനിയോ പെരയിൽ കയറി വന്ന ബിരുന്നാര് മുന്നിൽ എന്റെ കോപ്പറാട്ടി കളി. ഒപ്പന കോപ്പറാട്ടി കളിയാണ്. നിങ്ങളോട് ആരാ പറഞ്ഞേ? ഒപ്പന കോപ്പറാട്ടി കളിയല്ല, ഇജ്ജ് കളിക്കുമ്പോ കോപ്പറാട്ടി കളിയാണ്. മാണ്ടേ മക്കളെ മുന്നിൽ വെച്ചൊരു മക്കാറാക്കല്. എന്നിട്ടാണ് നിങ്ങൾ കിടിക്കണത്. കണ്ടില്ലേ നിങ്ങളെ മീൻകാരൻ മൂസന്റെ കലാബോധം? കലാബോധം തൊട്ട് തീണ്ടാത്ത മൂസക്കായിയാണ്. നിങ്ങൾ പോയിക്കോളി അക്കളെ. വീട്ടിൽ വന്ന് കയറി കുട്ടികൾ അങ്ങനെ പറഞ്ഞേക്കില്ല പാത്തു. ഓർക്ക് നമ്മളോട് എന്താ പറയാനുള്ളത് നമ്മളൊന്ന് കേക്കട്ടെ. എന്തേത്ത മക്കളെ? എന്റെ മൂസാക്ക, ഞങ്ങള് 14-ാം രാവിലെ കുട്ടികളാ. പടച്ചറബേ, 14-ാവിലെ കുട്ടികളാ നിങ്ങള്? ഈ 14-ാം രാവെന്നുള്ള പാട്ട് തന്നെ നമുക്ക് വരുത്തി ഇഷ്ടമായി. കേട്ടോ പാട്ട്? ഞാൻ കേട്ടില്ല. നമ്മുടെ മരൻ സിനിമയിലെ പാട്ട് പാത്തുവോ? 14-ാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, എനിക്കറിയില്ല. പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. ഓലോട് വെച്ച് നോക്കി. ഞങ്ങള് വന്നത് മൂസാക്കാനെ പാട്ട് കേൾപ്പിക്കാനാ. പറ്റുമെങ്കിൽ മൂസാക്കാന്റെ പാട്ട് കേൾക്കാനോ? അടച്ചോനെ, 2 പെരുന്നാൾ ഒരുമിച്ച് വന്ന സന്തോഷമായി ഞമ്മക്ക്. പെരുത്തിട്ടായിക്കണേ ഞമ്മക്ക്. നിങ്ങളൊക്കെ പാടൂലേ? കണ്ടടി കണ്ടോ, അനക്ക് മാത്രമേ നമ്മളൊരു ബലമില്ലാത്തുള്ളൂ. വലിയ വലിയ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ നമ്മളെ പാട്ട് കേൾക്കാനും നമുക്ക് പാട്ട് പാടിത്തരാനും നമ്മളെ പൊരയിൽ കയറി വന്നിക്കണ്. വലിയ വലിയ പാട്ടുകാരെ പൊരയിൽ പോയിട്ട് പാട്ട് പാടാനാണെങ്കിൽ യേശുദാസന്റെ പൊരയിൽ പോയിട്ട് പാടിയാ പോരേനു. എന്താണെങ്കിലും നിങ്ങളെപ്പോലുള്ള ഒരു പാട്ടുകാരന്റെ പൊരയിൽ വന്ന് പാടാനും കേൾക്കാനും ഒക്കെ വന്ന് ഈ കുട്ടികളെ കൈവിലേക്ക് വിശ്വാസേ ഇല്ല. ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ഒരു പാടി തെളിയിച്ചു തന്നാലോ? ജോർക്ക് എന്തു കൊടുക്കൂ? ചട്ടിപ്പത്തിരി, ഉന്നക്കായി, ബിരിയാണി, പിന്നെ കോഴി പൊരിച്ചത്, ആടിനെ വരെ ഞാൻ നിർത്തി പൊരിച്ചു കൊടുക്കല്ലോ. കൊടുക്കും. മക്കളെ പാടി തെളിച്ചു കൊടുക്കണോ? നിങ്ങളെ പാട്ട് ഈ നാട്ടിൽ മുഴുവൻ കേൾക്കാൻ വേണം കേട്ടോ. കേട്ടത് തന്നെ. രണ്ടാളും 14-ാം രാവിലെ കുട്ടികളാണ്ടാ. നിങ്ങളെ പരിപാടിയൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ ഞാൻ ഈ അടിമുടി ഒരു ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് എനിക്ക് മാപ്പിള പാട്ടൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇതാണ് എന്റെ ഒരു മോയ്. ഹിന്ദി പാട്ടേ വരുള്ളൂ. ഹിന്ദി പാട്ട് പാട്ടല്ലേ? അല്ല, ഹിന്ദി പാട്ട് പാട്ടാണ്. പക്ഷെ മോളെ ഈ മൈലാഞ്ചി പാട്ടിന്റെയും മാപ്പിള പാട്ടിന്റെ ഒക്കെ സൗന്ദര്യവും അതിന്റെ താളം ഒന്ന് വേറെ തന്നെ അല്ലേ വത്തുവോ? പിന്നെ അല്ലാണ്ട് അതെന്താണെങ്കിലും റസിയക്കും റിസ്വാനും ഒന്ന് കേൾപ്പിച്ചു കൊടുക്കേണ്ട അത്യാവശ്യം തന്നെയാ. മക്കൾ എങ്ങക്കറിയോ, ഞാൻ നരിക്കിനുള്ള ഓരോരോ പാട്ടുകളൊക്കെ അങ്ങനെ പാടിയേ വെൽക്കുന്നിട്ട് പുച്ഛ 5 മാപ്പിള പാട്ട് കേൾക്കുമ്പോഴത്തെ സർവ്വ പുച്ഛോ ഓരുമ്പൊക്കെ പാടി കേൾപ്പിച്ചു തരും ഗംഭീര നാട്ടുകള്. ഈ മക്കളും ഞാനും കൂടി ഈ മുറ്റത്ത് ഒരു പെരുമഴ തന്നെ പെയ്തു. ഇവരിവിടെ വന്ന വിവരം ഞാൻ നാട്ടുകാർ മുഴുവൻ അറിയിക്കട്ടെ. വന്ന വിവരങ്ങൾ നാട്ടുകാർ മുഴുവൻ അറിയിക്കാനായിട്ട് പോവുക അല്ല പത്തുവോ? നമ്മളിവിടെ നമ്മളെ കോളാമ്പി കെട്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ അറിയിക്കൂ. നമ്മൾ പോട്ടെ ആ സൗണ്ട് സോമനെയും പിന്നെ നമ്മളെ ഹാർമോണിസ്റ്റ് ബാപ്പുട്ടിനെയും വിളിച്ചിട്ട് വരാം. ഇതിപ്പോ ഓനെ
ഒന്നും കൂടി വിളിക്കേണ്ട കുറവുകൂടിയേ ഉള്ളൂ. എന്തേ? ഓന്റെ മയക്കൊന്നും സൗണ്ട് ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് സാറാണായി. അല്ലടാ, അവൻ പുതിയ സൗണ്ട് ഒക്കെ മേടിച്ചിക്കണേ. ഈ നമ്മളെ തബലിസ്റ്റ് അംസക്കാനെ വിളിച്ചിട്ട് പെട്ടെന്ന് എത്താൻ പറയും. മൈക്കുണ്ടെങ്കിൽ ഞാനും പാടുട്ടോ. പാട്ട് മാണ്ടടി. രണ്ട് പാട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. മക്കളെ, ആ ബെഞ്ചും കസേരൊക്കെ പുറത്തേക്ക് എടുത്തിട്ട്. അത് സൗകര്യല്ല. പ്രധാന കാര്യം അതൊന്നുമല്ല, നിങ്ങൾ അകത്തേക്ക് കയറ്റാത്തതിന്റെ. ഞങ്ങളെ കാൽമേൽ മുഴുവൻ ചളി, ഞങ്ങൾ അത് ചവിട്ടി തേക്കും, പിന്നെ ഞാനത് തുടക്കേണ്ടി വരും. ഒന്നാമതൊക്കെ നിങ്ങളെ വിശ്വാസമില്ല, നിങ്ങളെ പാട്ടിലും വിശ്വാസമില്ല. പുറകിൽ പിടിച്ചിരുന്നോ വിട്ടോ സോനെ, അതൊന്ന് ഇറക്കി വെച്ചു കൊടുക്കണ. ഒരിടത്ത് കൊടുത്താൽ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കോളി. ഉള്ളു കൊണ്ട് ഹാർമോണിയാണ്. വരി വരി കയറി കുത്തിരി. നമ്മുടെ മൂസറ വരട്ടോ. നിർത്തിക്കോ. ഇന്ന് ഞാൻ ഇവിടെ തകർക്കും. ഇതാണ് സോമൻ, സോമ സൗണ്ടിന്റെ ഉടമ. സൗണ്ട് സോമാന്ന് നാട്ടുകാർ വിളിക്കൂ. നിങ്ങളെ പാട്ട് ഈ നാട് മുഴുവൻ കേൾപ്പിക്കേണ്ട കാര്യം ഈ ഞമ്മളേറ്റു. മൈക്ക് താഴത്തിട്ട് വർത്താനം പറയടോ, അല്ലെങ്കിൽ തന്നെ പാറിന്റെ മേലെ ചിരട്ട അടിക്കുന്ന ശബ്ദമാണ് എനിക്ക്. നിങ്ങളെ ഈ പാടുന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മൈക്കിൽ കൂടെ കേൾപ്പിച്ചാലേ ഈ നാട് മൊത്തം വിറക്കും. വെറുപ്പിക്കൊന്നും വേണ്ട, തൽക്കാലം ഇതിനുള്ളിൽ കൂടെ ശബ്ദം പുറത്ത് കേട്ടാ മതി. ഓ, ആൾക്കാരെ മുന്നിൽ നിന്ന് ഇങ്ങനെ തല്ലുള്ളാണ്ട് പരിപാടി വേറെ നടത്താൻ നോക്കി. കോളാമ്പി നമുക്ക് ഈ പ്ലാനിന്റെ മുകളിൽ കെട്ടാം. നീ വാ. പ്ലാവില്ല, മുക്കിന്റെ മുകളിൽ കെട്ടിക്കോളി. മതി ഇത് പിടിക്കേ. ശ്രദ്ധിച്ച് കയറണേ. ഓ, ശ്രദ്ധ ശ്രദ്ധിച്ചേ. വീണോണ്ട. നമ്മളിരുന്ന് എന്ത് വിടാനാ മോനെ. സോമ, ഞാൻ പോലീസുകാർ പെരയിലത്തേക്ക് വരരുത്. ഈ പെർമിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, ചെല്ലുന്നോടത്തൊക്കെ പ്രശ്നമാണ്. എന്റെ പൊന്നു മൂസാക്ക, ഈ സോമൻ ഇത് ഇന്നും തുടങ്ങിയ പരിപാടിയല്ല, കൊറേ വർഷങ്ങളായി. അപ്പോൾ ഇതിന് പെർമിഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പാട്ട് പാടും, നല്ല ഉച്ചത്തിൽ കേൾക്കും ചെയ്യും. ആരും ഇങ്ങോട്ട് തെരഞ്ഞെടുക്കും. മക്കളെ പോരി, നമുക്ക് പാട്ട് തുടങ്ങാം. നോക്കി ഇറങ്ങി വന്നിക്കോളി. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ തുടങ്ങുകയാണെ ആദ്യം ആരാ പാടുക? മോള് പാടുവോ? പച്ച കുപ്പായ, ഞാനും പച്ചയാണ്. കളർ കുപ്പായം. പാടി തുടങ്ങിക്കോ മോളെ. കോഴിക്കോട്ടങ്ങാടിയില് കോയക്കന്റെ കടയില് കോയിന്റെ കറിയുടെ ഷാറ്, മയക്ക് വറുത്തത് ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലിലെ വച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നിൽ വച്ചാലോ മാറും നമ്മുടെ മോര്. കോഴിക്കോട്ടങ്ങാടിയില് കോയക്കന്റെ കടയില് കോയിന്റെ കറിയുടെ ഷാറ്, മയക്ക് വറുത്തത് ചോറ്. അമ്പലക്കുളങ്ങരയും താന്റെ കടയിലെ തുമ്പപ്പൂ പോലുള്ള ചോറ്, കൂട്ടാരും ഇവിടട്ടി വെച്ച സമാറ്. അമ്പലക്കുളങ്ങരയും താന്റെ കടയിലെ തുമ്പപ്പൂ പോലുള്ള ചോറ്, കൂട്ടാരും ഇവിടട്ടി വെച്ച സമാറ്. കോഴിക്കോട്ടങ്ങാടിയില് കോയക്കന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തത് ചോറ്. ഈ പാട്ടിക്കൊന്ന് എഴുതി തരണേ. കണ്ട് പഠിക്ക് റസിയ. നന്നായിക്കണ് ഇങ്ങനെ. അതിന്റെ പേര് ഹാർമോണിയം കേട്ടോ. ഹാർമോണിയം ഞാൻ ബാൻഡൊന്നും പറയരുത്. അടുത്ത പാട്ട് ആരാ പാടുക? പാടിയൂടി, ഓരോരുത്തരാണ്ട് പാടിയൂടി. മടി മോള് പാടിക്കോ അടുത്ത പാട്ട്. അവക്ക് കൊടുക്കും, മൈക്ക് കൊടുക്കും മോളെ. ഓള് പാടേ.
ഓളെ കുപ്പായത്തിൽ ഇന്റെ കളറുണ്ട്, ഓള് നല്ലോണം പാടും. ദൂരെ ദൂരെ ദുനിയാവിന്നക്കരെ പൂത്ത് നിൽക്കണ പൂമരത്തിൽ ഒരിമ്പതുമ്പേരിക്കണുണ്ട്, അനുരാഗം മൂളി പറക്കണുണ്ട്. ദൂരെ ദൂരെ ദുനിയാവിന്നക്കരെ പൂത്ത് നിൽക്കണ പൂമരത്തിൽ ഒരിമ്പതുമ്പേരിക്കണുണ്ട്, അനുരാഗം മൂളി പറക്കണുണ്ട്. കാറ്റും കോളിലകപ്പെട്ടാകൽ പിന്നെ കപ്പലിൽ കപ്പിത്താൻ വന്നിടുമോ? കാറ്റും കോളിലകപ്പെട്ടാകൽ പിന്നെ കപ്പലിൽ കപ്പിത്താൻ വന്നിടുമോ? മലർക്കോട്ടയിൽ രാജനായി വാണിടുമോ? അനുരാഗമണി വീണമിട്ടിടുമോ? ദൂരെ ദൂരെ ദുനിയാവിന്നക്കരെ പൂത്ത് നിൽക്കണ പൂമരത്തിൽ ഒരിമ്പതുമ്പേരിക്കണുണ്ട്, അനുരാഗം മൂളി പറക്കണുണ്ട്. ദൂരെ ദൂരെ ദുനിയാവിന്നക്കരെ പൂത്ത് നിൽക്കണ പൂമരത്തിൽ ഒരിമ്പതുമ്പേരിക്കണുണ്ട്, അനുരാഗം മൂളി പറക്കണുണ്ട്. അടിപൊളിയായി. ഉസാർ പാട്ടേനി മോളത്തിട്ടാ, നല്ല അർത്ഥമുള്ള പാട്ടാണ്. നല്ല പാട്ട്. എന്ത് നരിക്കിനി ഇറങ്ങിയില്ല, അല്ലെങ്കിൽ അറിയാൻ. ഓ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചാളേ. ഞാൻ അടുത്ത പാട്ടാരാ പാടിയ? അടുത്ത ഒരു ആൺകുട്ടി പാടട്ടെ. മോൻ പാടുവോ? തടിച്ച മോയി. ആ, നീ പഠിക്കോ? ഓന് കൊടുക്ക്, മൈക്ക് കൊടുക്ക്. ഇമ്പളെ കണ്ടറിയപ്പെട്ടതാ. ഏതാണ് ഓൻ പറയുമ്പോഴൊക്കെ വായിച്ചു കൊടുക്ക്. കലൊക്കെ ഒന്ന് കൊട്ടി കൊടുക്കി. പറയുമ്പോൾ വായിച്ചില്ലെങ്കിലേ ഓലോട് പറയാ കലൊക്കെ ഒന്ന് കൊട്ടി കൊടുക്കാൻ. കലല്ല, കവലയാണ്. ആ, അതന്നെ. അഴകേറുന്നോളേവ കാഞ്ചനാമാല്യം ചൂടിക്കാൻ സുന്ദരരൂപനം മഹമൂദിനിവിടെ നിൽപ്പുണ്ടേ. നീലക്കടലിൻ്റെ അലയാടി നാദം ഉയരുമ്പോൾ നീലക്കിളിയോടെ കളകളനാദം കേൾക്കുമ്പോൾ നീലാകാശത്തിൻ്റെ തെളിമയിൽ ചന്ദ്രൻ വിലസുമ്പോൾ മഹമൂദ് സന്തോഷത്തോടെ നോക്കി നിന്നിടുമ്പോൾ മൊഞ്ചേറും നാരികൾ മന്ദഹാസങ്ങൾ ചൊരിയുമ്പോൾ ആയിഷാന്റെ ഹൃദയ പൊയ്കയിൽ കമലം മണവാളൻ മഹമൂദിനെ എന്തൊരാനന്ദം, പുതുനാരിയായിഷാക്ക് എന്തൊരാഹ്ലാദം. പുതിയൊരു ജീവിതഗാനം തുടങ്ങാൻ, പുതിയൊരു ജീവിതരാഗം ശ്രമിക്കാൻ, പുതിയൊരു ജീവിത കഥകൾ രചിക്കാൻ ദാമ്പത്യ പൂങ്കാവനിലായി വന്നു നിൽക്കുന്നേ. ദമ്പതികൾ സർവസുഖങ്ങൾ നേരുന്നേ ഞങ്ങൾ. സുന്ദരനാം പുതുമാരിന്റെ നോട്ടം, സുന്ദരി പുതുവെണ്ണിന്നിത് നേട്ടം, കേൾക്കുന്നു പൊട്ടിച്ചിരിയുടെ നാദം. ആരോഗ്യം ജീവിതത്തിൽ നേരുന്നേ ഞങ്ങൾ. ബാസുരമാ ഭാവി ഞങ്ങൾ നേർന്നിടുന്നല്ലോ. ആരോഗ്യം ജീവിതത്തിൽ നേരുന്നേ ഞങ്ങൾ. ബാസുരമാ ഭാവി ഞങ്ങൾ നേർന്നിടുന്നല്ലോ. അടിപൊളി. ഈ പാട്ടേ പറ്റോ? ഇത് ഞാൻ കൊണ്ടോട്ടിയിലാകുമ്പോ ഒരുപാട് പാടിയിട്ടുണ്ട്. രണ്ട് കഷ്ണം കോഴിപ്പൊരിച്ച സ്പെഷ്യലാ. ആണോ? നന്നായി പാടിക്കണല്ലേ?